ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഹിസ്റ്ററി പാർട്ടിലെ അവസാനത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഒരു പത്ര കട്ടിങ്സാണ് ഈ തന്നിരിക്കുന്നത്. എന്താണ്? ഒരാൾക്ക് ലിംഗപദവിയും ലിംഗഭേദവും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആ വ്യക്തിയിൽ നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ ആപ്തവാക്യമാണിത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2023 ഓഗസ്റ്റ് 8 പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണത്തെ പറ്റിയുള്ള വാർത്തയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഒരു ലിംഗപദവിയെക്കുറിച്ചുള്ള വാർത്ത കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം, 2023 ഓഗസ്റ്റ് 8 കേരള ഹൈക്കോടതി ഈ ഒരു നിരീക്ഷണം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് എന്തെല്ലാമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ലിംഗപദവി, അതുപോലെ ലിംഗഭേദം, ഇതൊക്കെ വ്യത്യസ്ത ആശയങ്ങളാണെന്നും ഓരോരുത്തർക്കും ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ലിംഗപദവി, ലിംഗഭേദം എന്നീ പദങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഏതെല്ലാം ഔദ്യോഗിക രേഖകളിലാണ് ഇവ സൂചിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ ഏതൊക്കെയാണ് ലിംഗപദവി അല്ലെങ്കിൽ ഭേദം എന്നത്? സെക്സ് അല്ലെങ്കിൽ നമ്മൾ പറയും ജെൻഡർ, ഇതൊക്കെ ഏതിലൊക്കെയാണ്? നമ്മുടെ ആധാർ കാർഡ്, സ്കൂൾ അഡ്മിഷൻ രേഖകൾ, ജനന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഇതിലൊക്കെ എന്ത് നൽകിയിട്ടുണ്ട്? ഇനി പാൻ കാർഡ്, അതുപോലെ പാസ്പോർട്ട്, ഇതിലൊക്കെ നമ്മുടെ സെക്സ്, ജെൻഡർ, ഇതൊക്കെ ലിംഗപദവി, ലിംഗഭേദം ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. വിവിധ തിരിച്ചറിയൽ രേഖകളിൽ ലിംഗപദവി, ലിംഗഭേദം എന്നീ വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ മറ്റു ചില തിരിച്ചറിയൽ രേഖകളിലും അപേക്ഷാഫോറങ്ങളിലും ഇതിന് പകരമായി ആൺ, പെൺ, മറ്റുള്ളവർ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചില അപേക്ഷകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്? ആൺ, പെൺ, മറ്റുള്ളവർ എന്നാണ് ജെൻഡർ, സെക്സ് എന്നിവയ്ക്ക് പകരം നൽകിയിട്ടുള്ളത്. ഇനി ലിംഗപദവിയും ലിംഗഭേദവും, സെക്സ് ആൻഡ് ജെൻഡർ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്ന വാർത്തയിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ലിംഗഭേദവും ലിംഗപദവിയും വ്യത്യസ്തമായ ആശയങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. ലിംഗഭേദം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആൺ, പെൺ എന്ന് വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെയാണ് ഈ ലിംഗഭേദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശരീര ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം സൂചിപ്പിക്കുന്നത്. ലിംഗപദവി എന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. അപ്പം ലിംഗപദവി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷനെന്നും സ്ത്രീ എന്നുമൊക്കെയുള്ള ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ലിംഗപദവി എന്ന് പറയുന്നത്. അതിന് സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗപദവി. ഉദാഹരണമായി ചില സമൂഹങ്ങളിൽ പിങ്ക് നിറം സ്ത്രീകൾക്കുള്ള നിറമെന്നും നീല നിറം പുരുഷന്മാർക്കുള്ള നിറമെന്നും പരിഗണിക്കുന്നു. ഇതിന് യാതൊരു ജൈവിക കാരണങ്ങളുമില്ല. ഇത് കാലങ്ങളായുള്ള സാമൂഹിക സമ്പ്രദായമായി നിലനിൽക്കുന്നതാണ്. ഇത്തരം മറ്റു സന്ദർഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല. അപ്പം ലിംഗപദവി എന്ന് പറഞ്ഞാൽ അത് ജീവശാസ്ത്രപരമല്ല, അതിന് സ്ഥിരതയുമില്ല. ലിംഗപദവി എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക നിർമ്മിതിയാണ്. അപ്പം ലിംഗപദവി നിർമ്മിച്ച് കൊടുക്കുന്നത് ആരാ? സമൂഹമാണ്.
ലിംഗപദവി എന്നത് ലിംഗഭേദത്തിനപ്പുറമുള്ള ഒരാശയമാണ്. അപ്പം ലിംഗഭേദത്തിനപ്പുറമുള്ള ഒരാശയമാണ് ലിംഗപദവി എന്ന് പറയുന്നത്. ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നീ ലിംഗപദവികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ആൺകുട്ടികൾക്ക് കളിത്തോക്കുകളും പെൺകുട്ടികൾക്ക് പാവകളുമാണ് അനുയോജ്യമായ കളിപ്പാട്ടങ്ങളെന്ന ധാരണ പൊതുവിൽ നിലനിൽക്കുന്നതായി നിരീക്ഷിക്കാം. ഇതുപോലെ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ലിംഗപദവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും സാമൂഹീകരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു. ഇവ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പം അതോടൊപ്പം ഇവയ്ക്ക് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ലിംഗപദവി, ഭേദം ഇവയിൽ എന്താണ്? ലിംഗപദവി എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പാവയോടും അതുപോലെ ആൺകുട്ടികൾക്ക് കളിത്തോക്കിനോടുമാണ് ഇഷ്ടം എന്നത് ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ധാരണയാണ്. അപ്പം ഇനി ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. ചിലർ ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത ലിംഗപദവിയുള്ള മനുഷ്യരായിരിക്കും. അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്ത ലിംഗപദവി ഉള്ളവരാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർ എന്താണ്, എല്ലാ വ്യക്തികൾക്കും ലിംഗപദവി ഒരേപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. ചിലർ ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത പദവിയുള്ള മനുഷ്യരാണ്. അപ്പോൾ അത്തരത്തിൽ പദവിയുമായി പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള മനുഷ്യർ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗപദവി ഉള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സോഷ്യലൈസേഷൻ? സാമൂഹീകരണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ജനനം മുതൽ ജീവിതകാലം മുഴുവനും തുടരുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹീകരണം. അപ്പം ജനനം മുതൽ മരണം വരെ എന്ന് നമുക്ക് പറയാം തുടരുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? സോഷ്യലൈസേഷൻ അഥവാ സാമൂഹീകരണം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവർ ജനിക്കുന്ന സമയത്ത് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചോ അറിവുണ്ടാവുകയില്ല. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും വഴക്കങ്ങളും അവർ പഠിച്ചെടുക്കുന്നു. ഈ പഠിച്ചെടുക്കൽ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സാമൂഹീകരണം. അപ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി എന്ത് ചെയ്യുന്നു? ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും വഴക്കങ്ങളും അവർ പഠിച്ചെടുക്കുന്നു. ആ പഠിച്ചെടുക്കൽ പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമൂഹീകരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥം. അപ്പം ജനന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ലിംഗപദവി ഉണ്ടാവും. അപ്പോൾ ആ പദവിയുമായിട്ട് എന്ത് ചെയ്യും? ചിലർക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. അപ്പോൾ ഇതിലെന്താണ്? ഈ ഒരു ലിംഗപദവിയിൽ ട്രാൻസ് പുരുഷനും ഉണ്ടാവും, ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് KF സെക്ഷൻ 2 TPPR ആക്ട് 2019 ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ഈ ഒരു ക്ലോസ് എന്ന് പറയുന്നത്. ലിംഗഭേദം നമ്മെ ജീവശാസ്ത്രപരമായ ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നു. അപ്പം ലിംഗഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവശാസ്ത്രപരമായിട്ട് ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നതിനാണ് നമ്മൾ ലിംഗപദവും അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത്. ലിംഗപദവി സെക്സ് നമ്മൾ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം നിർമ്മിച്ചെടുക്കുന്നു. അപ്പോൾ ലിംഗപദവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അതാണ് ലിംഗപദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരുഷൻ, സ്ത്രീ എന്നിവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളെയാണ് പുരുഷത്വം, സ്ത്രീത്വം എന്നീ പദങ്ങൾ സൂചിപ്പിക്കുന്നത്. പുരുഷൻ കരുത്തിൻ്റെ പ്രതീകമാണെന്നും സ്ത്രീ വാത്സല്യത്തിൻ്റെ പ്രതീകമാണെന്നും കരുതുന്നത് ഇതിനുദാഹരണമാണ്. അപ്പം നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണെന്ത്? പുരുഷൻ എന്ന് പറഞ്ഞാൽ നല്ല കരുത്തുറ്റ ആളാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ എന്ന് പറയുന്നത് വാത്സല്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ പുരുഷന്മാർ കരയാൻ പാടില്ല എന്നും സ്ത്രീകൾ കൂടുതൽ വൈകാരികതയുള്ളവരുമാണ് എന്നും കരുതുന്നത് മറ്റൊരു ഉദാഹരണമാണ്. ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. ഇപ്പം ലിംഗഭേദം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നൽകുന്നതാണ് എന്ത്? ലിംഗഭേദം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ജെൻഡർ എന്ന് പറയുന്നത്
ലിംഗഭേദം അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. ലിംഗ പദവി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആർജിത പദവി ആണ്. അത് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് പഠിച്ച് രൂപപ്പെടുത്തുന്നതാണ് ലിംഗപദവി. ഇനി ആരോപിത പദവിയുമുണ്ട്, ആർജിത പദവിയുമുണ്ട്. അപ്പോൾ ആരോപിതം എന്ന് പറഞ്ഞാൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, ആർജിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്, നേടിയെടുക്കുന്നത്. അപ്പോൾ ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് നമ്മൾ ആരോപിത പദവി എന്ന് പറയുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് എന്ത് കിട്ടുന്നു? ഒരു സാമൂഹിക പദവി കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ആരോപിത പദവി എന്ന് പറയുന്നത്. പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങി ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ ആരോപിത പദവികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രായം ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അയാളുള്ള ജനിച്ചപ്പോൾ മുതലേ ഉള്ളതാണ് ആ പ്രായം. ഇനി വംശം നമുക്ക് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ലിംഗഭേദം ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം പദവിക്ക് പറയുന്ന പേരാണ് ആരോപിത പദവികൾ. അപ്പോൾ ആരോപിത പദവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങിയവ ആരോപിത പദവിക്ക് ഉദാഹരണമാണ്. ഇനി വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. അപ്പോൾ വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് എന്ത്? ആർജിത പദവി. ഇപ്പം നമ്മളൊരു ഉദ്യോഗം നേടിയെടുക്കുന്നു, അപ്പോൾ അതെന്താണ്? അതൊരു ആർജിത പദവിയാണ്. നമ്മൾ നേടുന്ന വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ വരുമാനം, തൊഴിൽ, വൈദഗ്ധ്യം തുടങ്ങിയവ എന്തിനുദാഹരണമാണ്? ആർജിത പദവിക്ക് ഉദാഹരണമാണ്. കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നവയാണ് ഈ ആർജിത പദവി എന്ന് പറയുന്നത്. ലിംഗപദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുന്നത് കൊണ്ട് അതൊരു ആർജിത പദവിയാണ്. അപ്പം ലിംഗപദവി എന്താണ്? നമ്മൾ സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് ലിംഗപദവി എന്ന് പറയുന്നത് എന്തായി മാറുന്നത്? ഒരു ആർജിത പദവിയാകുന്നത്. ഇനി ഇവിടെ ലിംഗഭേദം, സെക്സ്, ലിംഗപദവി അല്ലെങ്കിൽ ജെൻഡറും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം എന്ന് പറയുന്നത്. ഇനി ലിംഗപദവി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെയാണ് ലിംഗപദവി സൂചിപ്പിക്കുന്നത്. ഇനി ലിംഗഭേദത്തിൽ നിന്ന് ലിംഗപദവി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നാം പറഞ്ഞു. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാകുന്ന ശീലങ്ങളിലൂടെയാണ് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. ഇനി സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലെ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സമൂഹത്തിൻ്റെ പദവി, സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനം, അതാണ് അയാളുടെ പദവി എന്ന് പറയുന്നത്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിൻ്റെ നിർണായക ഘടകമാണ് പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹം എങ്ങനെ നമ്മളെ പരിഗണിക്കുന്നു, അതാണ് നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ പദവി എന്ന് പറയുന്നത്. എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്കനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവിയുള്ളവരെന്നും താഴ്ന്ന പദവിയുള്ളവരെന്നും നിശ്ചയിക്കപ്പെടുന്നു. അപ്പോൾ ഈ സമൂഹമാണ് എന്ത് ചെയ്യുന്നത്? സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുന്നത് സമൂഹത്തിലാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഉന്നതനെന്നും താഴ്ന്നവനെന്നും ഒക്കെയുള്ള തരംതിരിവ് ഉണ്ടാകുന്നത്. ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക ശ്രേണീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. ഉയർന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഉന്നത പദവികളും താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ താഴ്ന്ന തരം പദവിയും ലഭിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ തുടങ്ങിയവ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണമാണ്.
ഇനി നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരും സ്ത്രീകളുടെയും പദവി തുല്യ ശ്രേണിയിലാണോ, വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ക്ലോഡിയ ഗോൾഡിൻ പറയുന്നതാണ് നമ്മൾ ഇനി ഇവിടെ തന്നിരിക്കുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു ക്ലോഡിയ ഗോൾഡിൻ എന്ത് ചെയ്തത്, പഠനം നടത്തിയത്. അപ്പോൾ 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ ഇവരുടെ എന്തിനാണ് ഇവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, തൊഴിൽ രംഗത്തെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് അവർക്ക് എന്ത് ചെയ്തത്, പിന്നെ നോബൽ സമ്മാനം ലഭിച്ചത്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ ഒരു ജെൻഡർ ഡിഫറൻസ് കാരണങ്ങളെക്കുറിച്ചായിരുന്നു ഗവേഷണം. അപ്പോൾ ലിംഗപദവിയിലുള്ള വ്യത്യാസങ്ങളുടെ കാരണത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിനാണ് അവർക്ക് എന്ത് കിട്ടിയത്, സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന 3ാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന 3ാമത്തെ വനിതയാണ് ആര്, നമ്മുടെ ക്ലോഡിയ ഗോൾഡിൻ. ഇനി ലിംഗപദവിപരമായ പങ്കുകൾ, ജെൻഡർ റോൾസ്. നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് കാറോട്ട മത്സരം വളരെ ഇഷ്ടമാണ്. ഭാവിയിൽ ഒരു കാർ റേസർ ആവാനാണ് എനിക്ക് ആഗ്രഹം. അതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റുമോ? അപ്പോൾ ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ സംഭാഷണത്തോട് നമുക്ക് എന്താണ് പ്രതികരണം, എന്താണ്? ചില ജോലികൾ ചില ലിംഗപദവിയിലുള്ളവർ മാത്രമേ ചെയ്യാവൂ എന്ന പ്രസ്താവനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക് അഥവാ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം, ഇപ്പം നമുക്ക് ഒരു പിന്നെ പോലീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ ഒരു SI ആകണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീക്ക് പറ്റുമോ, അല്ലെങ്കിൽ സ്ത്രീ അങ്ങനെ കഴിയുമോ എന്നൊക്കെ പണ്ട് കാലത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണം എന്നും എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്നുമുള്ള പ്രതീക്ഷകളാണ് ലിംഗപദവിപരമായ പങ്ക് അഥവാ ജെൻഡർ റോൾ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗപദവിപരമായ പങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലിംഗപദവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗപദവിപരമായ പങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാക്കേണ്ടത് പുരുഷനും വീട്ടുജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളുമാണെന്ന ധാരണ ചില സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഈ പങ്കുകൾ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നു. ലിംഗപദവിപരമായ പങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി വഴക്കങ്ങളും ശീലങ്ങളും പ്രകടമാണ്. ഇനി ലിംഗഭേദം അനുസരിച്ചാണോ നിങ്ങളുടെ വിദ്യാലയത്തിൽ ചുമതലകൾ നൽകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചുമതലകൾ? സ്കൂൾ അസംബ്ലിയിൽ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അവതരിപ്പിക്കത്തില്ലേ? 2 പേരും അവതരിപ്പിക്കാറുണ്ട്. ബെഞ്ച്, ഡെസ്ക് എന്നിവ 2 പേരും എന്ത് ചെയ്യാറുണ്ട്? ക്രമീകരിക്കാറുണ്ട്. ക്ലാസ് റൂമിലെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ക്രമീകരിക്കുന്നതും ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യാറുണ്ട്. ക്ലാസ്സിന് പുറത്തുള്ള ആവശ്യങ്ങൾക്കായി പോകുന്നത് അതും ഇപ്പോൾ എന്താണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യാറുണ്ട്. ഇനി ലിംഗപദവിയും സാമൂഹിക വഴക്കങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന സതി എന്ന സാമൂഹിക അനാചാരത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ അയാളുടെ ചിതയിൽ ചാടി ജീവൻ വെടിയണമെന്ന അനാചാരമാണ് സതി എന്ന് പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ എന്ത് ചെയ്യണം? അയാളുടെ ചിതയിൽ ചാടി ജീവൻ വെടിയണം എന്ന അനാചാരമാണ് സതി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമൂഹിക അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. അപ്പോൾ സതി, തൊട്ടുകൂടായ്മ ഇതൊക്കെ പണ്ട് കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളായിരുന്നു. വ്യക്തികളെ വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുത്തി അതിൽ താഴ്ന്ന ജാതിയായി കരുതപ്പെട്ടവർ ഉയർന്ന ജാതിയായി കരുതപ്പെട്ടവരിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചു മാത്രമേ സമൂഹത്തിൽ ഇടപെടാൻ പാടുള്ളൂ എന്ന അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. അപ്പോൾ തൊട്ടുകൂടായ്മയും സതിയും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ സതിയും തൊട്ടുകൂടായ്മയും പണ്ട് കാലങ്ങളിൽ നിയമം പോലെ പാലിച്ചിരുന്നവയായിരുന്നു. അപ്പോൾ ഇതെന്താണ്? നിയമമായിരുന്നത്, കർശനമായി പാലിക്കേണ്ട നിയമം. സതി അത് കർശനമായിട്ട് പാലിക്കേണ്ട ഒരു
നിയമമായിരുന്നു. അതുപോലെയാണ് തൊട്ടുകൂടായ്മയും. ഇതുമൊക്കെ എന്താണ്, നിയമങ്ങളായിട്ട് പാലിച്ചു പോന്നിരുന്നു വേണം. നമുക്കറിയാം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, സമൂഹത്തിൽ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിശ്ചയമായും നമ്മൾ പാലിച്ചു വരേണ്ട കാര്യങ്ങളെയാണ് നമ്മൾ നിയമങ്ങളെന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് സാമൂഹിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി നിയമനിർമ്മാണത്തിലൂടെ അവ നിരോധിക്കപ്പെട്ടു. അപ്പോൾ സതിയും ഈ തൊട്ടുകൂടായ്മയും ഒക്കെ എന്ത് ചെയ്തു, സാമൂഹ്യ പരിഷ്കർത്താക്കൾ വന്നപ്പോൾ അത് നിരോധിക്കപ്പെട്ടു. 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സതി നിരോധിച്ചത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് സതി നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സതി നിരോധിച്ചത് എന്ന് മനസ്സിലാക്കുക. സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നു. അപ്പോൾ സതി നിയമം വന്നതിൻ്റെ ഭാഗമായിട്ട് 1987 സതി എന്ത് ചെയ്തത്, ഇന്ത്യൻ പാർലമെൻറ്റ് സതി നിരോധിക്കുന്നത്. അതിനുശേഷം എന്താണ്, സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം, സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും നിരോധിക്കുന്ന നിയമം ഏതാണ്? അപ്പം നമുക്ക് പറയാം എന്താണ്, 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ത് ചെയ്തത്, സതി നിരോധിച്ചത്. അല്ലാതെ ഇന്ത്യയിൽ സതി നിരോധിച്ച വർഷം അല്ലെങ്കിൽ ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വില്യം ബെന്നിക് പ്രഭുവാണ്. ഇന്ത്യയിൽ രാജാ റാംമോഹൻ റോയും വില്യം ബെന്നിക് പ്രഭുവും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ സതി നിർത്തലാക്കുന്നത്. അപ്പോൾ ഈ സതി നിർത്തലാക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്, വില്യം ബെന്നിക് പ്രഭു 1829 അപ്പോൾ ആ ഡേറ്റ് കൂടി ഓർത്ത് വയ്ക്കുക. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായ ചില വഴക്കങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എഴുതപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പക്ഷേ കാലാകാലങ്ങളായി എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നതുമായ ചില ആചാരങ്ങൾ, ഈ വഴക്കങ്ങൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമൂഹിക വഴക്കങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമോ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമോ പെരുമാറ്റത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ മനോഭാവം അല്ല അങ്ങനെയൊക്കെയുള്ള ഒരു അലിഖിത നിയമം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എഴുതപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള നിയമത്തെയാണ് നമ്മൾ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നതും നന്ദി പറയുന്നതും ഒക്കെ എന്താണ്, ഈ സാമൂഹിക വഴക്കങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിൽ ബഹുമാനിക്കേണ്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, സാമൂഹിക വഴക്കങ്ങളാണ്. ഇനി ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. കുടിവെള്ളം പാഴാക്കരുത്, നമ്മൾ സാമൂഹിക വഴക്കത്തിൽപ്പെടുന്നതാണ്. ഒരു വ്യക്തിയെയും ശാരീരികമായി ഉപദ്രവിക്കരുത്. മുതിർന്ന പൗരരെ ബഹുമാനിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്. നിയമാനുസൃതമായ തിരഞ്ഞെടുപ്പുകൾക്ക് ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. മുതിർന്ന പൗരരെ സംരക്ഷിക്കണം. സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പോൾ ഈ പ്രസ്താവനകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയമങ്ങളെന്നും വഴക്കങ്ങളെന്നും വർഗീകരിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നും തന്നിട്ടുണ്ട്, ഇതിലേതാണ് നിയമങ്ങളാണോ, ഇതിലേതാണ് നിയമങ്ങൾ, ഇതിലേതാണ് വഴക്കങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുടിവെള്ളം പാഴാക്കരുത് എന്താണ്, അത് നമ്മുടെ വഴക്കമാണ് അല്ലേ. കുടിവെള്ളം പാഴാക്കരുത്, പാഴാക്കുന്നവരുണ്ട്. അപ്പോൾ കുടിവെള്ളം പാഴാക്കരുത് ഒരു വഴക്കമാണ്. ഒരു വ്യക്തിയെയും ശാരീരികമായി ഉപദ്രവിക്കരുത്, അതൊരു നിയമമാണ്. നമ്മൾ മറ്റൊരാളെ എന്ത് ചെയ്യാൻ പാടില്ല, ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല. മുതിർന്ന പൗരരെ ബഹുമാനിക്കണം, അതെന്താണ്, അത് നിയമമൊന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അതൊരു വഴക്കമാണ്. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം, അത് നിയമമാണ്. ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്, അതും എന്താണ്, ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത് എന്നൊരു വഴക്കമാണ്. നിയമാനുസൃതമായ തിരഞ്ഞെടുപ്പുകൾക്ക്
ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നിയമമാണ്. മുതിർന്ന പൗരരെ സംരക്ഷിക്കണം, അതും നിയമത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും എന്താണ്? കുറ്റകരമാണ്. ഇതൊക്കെ നിയമങ്ങളാണ്. ഇനി ഇതുപോലുള്ള കൂടുതൽ നിയമങ്ങളും വഴക്കങ്ങളും കണ്ടെത്തി പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള വർക്കിൽ വരുന്നതാണ്. നിയമപരമല്ലാത്ത വഴക്കങ്ങൾ എന്തുകൊണ്ടാവാം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത്? അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ലിംഗപദവി വാർപ്പു മാതൃകകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്താണെന്ന് നോക്കാം. ലിംഗപദവി വാർപ്പു മാതൃകകൾ. അപ്പോൾ അതിൻ്റെ മലയാളം നമ്മൾ നോക്കി വെച്ചിരിക്കുക. നമുക്ക് PSC പരീക്ഷകളിൽ ചോദിക്കുന്നത് മലയാളം ആണ്. ലിംഗപദവി വാർപ്പു മാതൃകകൾ, അതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോസ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഇത് തന്നിട്ടുണ്ട്, കട്ടിങ്സ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. എല്ലാ സ്ത്രീകളും വാത്സല്യമുള്ളവരാണ്. കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ്. സ്പോർട്സ്, ഡ്രൈവിംഗ് എന്നിവ കൂടുതലായും യോജിച്ചത് ആൺകുട്ടികൾക്കാണ്. സ്ത്രീകൾക്ക് പൊതുവെ കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല. പ്രയാസമേറിയ ജോലികൾ കൂടുതലും പുരുഷന്മാരാണ് ചെയ്യുന്നത്. അപ്പം നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇവ എന്ത് ചെയ്താൽ പരമ്പരാഗതമായി സമൂഹം തെറ്റിദ്ധരിച്ചു വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ആണല്ലോ. സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ സമൂഹം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ അവരുടെ അടിസ്ഥാന ഗുണങ്ങൾ എന്ന രീതിയിൽ പൊതുവെ പലരും കാണുന്നു. ഇത്തരത്തിൽ വസ്തുതയില്ലാത്തതോ ഭാഗികമായി മാത്രം ശരിയാവുന്നതോ ആയ ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അടിസ്ഥാന ഗുണങ്ങളായി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ വാർപ്പ് മാതൃക സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ വാർപ്പ് മാതൃക സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ നമ്മൾ സമൂഹത്തിൽ എന്താണ് പുരുഷന്മാരാണ് കഠിനമായ ജോലികൾ ചെയ്യുന്നത്, പുരുഷന്മാർക്ക് കുടുംബം പുലർത്താനുള്ള ഉത്തരവാദിത്വം പുരുഷന്മാർക്ക് മാത്രമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വസ്തുതയില്ലാത്തതോ അല്ലെങ്കിൽ ഭാഗികമായോ മാത്രം ശരിയാവുന്നതായ ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അടിസ്ഥാന ഗുണങ്ങളാക്കി നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർപ്പ് മാതൃക സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ വാർപ്പ് മാതൃക. അപ്പോൾ ഇനി വാർപ്പ് മാതൃക എന്താണെന്ന് തന്നിട്ടുണ്ട്. സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ വാർപ്പ് മാതൃക എന്താണെന്ന് ചോദിച്ചാൽ, സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൽ വർഗം, ജാതി, മതം, തൊഴിൽ, ഭാഷ, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വാർപ്പ് മാതൃകകൾ രൂപവൽക്കരിക്കാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്താണ് കുട്ടികളെ വളർത്തേണ്ടതും അടുക്കള ജോലികൾ ചെയ്യേണ്ടതും സ്ത്രീയുടെ അവരുടെ മാത്രം അവകാശമാണെന്ന് പണ്ട് ധരിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അല്ല. അപ്പം ഇങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു? ലിംഗപദവി ഇങ്ങനെ നിശ്ചയിച്ചു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. ഇനി ലിംഗപദവി വാർപ്പ് മാതൃകകളുടെ ഉദാഹരണങ്ങൾ കണ്ടെത്താനാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നഴ്സ് ആവാൻ നല്ലത് സ്ത്രീകളാണ്, പുരുഷന്മാർ അതിന് അനുയോജ്യരല്ല. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അല്ലേ. അപ്പോൾ നഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മോഡേൺ യുഗത്തിൽ എന്താണ് സ്ത്രീകളും പുരുഷന്മാരും എന്താണ് നഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും അത് അനുയോജ്യവുമാണ്. ലിംഗപദവിപരമായ പങ്കുകൾ, വഴക്കങ്ങൾ, വാർപ്പ് മാതൃകകൾ എന്നിവയാണ് ലിംഗപദവി വ്യത്യാസത്തിന് കാരണം. അപ്പം ലിംഗപദവി വ്യത്യാസത്തിനുള്ള കാരണം എന്തൊക്കെയാണ്? ലിംഗപദവിപരമായ പങ്കുകൾ, വഴക്കങ്ങൾ, വാർപ്പ് മാതൃകൾ ഇവയാണ്. മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പ് മാതൃകകളും, മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ടെലിവിഷനിലും ഓൺലൈൻ സ്ട്രീമിംഗ് ഇടങ്ങളിലും വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ താഴെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും ഉപയോഗിച്ച് കാണിച്ച് അഭിനയിക്കാനും സ്ക്രീനിൽ വരുന്നത് കൂടുതലും സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നിരീക്ഷിച്ച ശേഷം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിംഗപദവിയും മാധ്യമങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പ് മാതൃകകളും എന്നതാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കറിപ്പൊടികൾ,
ഇപ്പോൾ കൂടുതലും എന്താണ് കറിപ്പൊടികൾ കൂടുതലും കാണിക്കുന്നത് സ്ത്രീകളാണ്. പാത്രങ്ങൾ, സ്റ്റൗ മുതലായ അടുക്കള സാമഗ്രികൾ, അതുപോലെ ബൈക്കുകളും കാറുകളും, പിന്നെ പാത്രം കഴുകുന്ന സാമഗ്രികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കായിക ഉൽപ്പന്നങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, സിമൻറ്റ്, ഇങ്ങനെ കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും സ്ത്രീകൾ ഏതാണ് പുരുഷന്മാർ ഏതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് പറയാം? കറിപ്പൊടികൾ എന്ന് പറയുമ്പം ആരാണ്? കൂടുതലും സ്ത്രീകളാണ് ഉപയോഗിക്കാറ്. പാത്രം കഴുകുന്ന സാമഗ്രികൾ സ്ത്രീകളാണ്. ബൈക്കുകളും കാറുകളും ആരാ? കൂടുതലായിട്ടും പുരുഷന്മാരാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. കായിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ ആരാണ്? പുരുഷന്മാരാണ്. പാത്രങ്ങൾ, സ്റ്റൗ മുതലായ അടുക്കള സാമഗ്രികൾ ഉപയോഗിക്കുന്നത് ആരാ? സ്ത്രീകളാണ്. സാമ്പത്തിക സ്ഥാപനങ്ങളാണെങ്കിൽ അതിൽ കൂടുതൽ വരുന്നത് പുരുഷന്മാരാണ്. സിമൻറ്റ് മുതലായവ പുരുഷന്മാരാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ നമ്മൾ എന്താണ് ലിംഗപദവി ഇപ്പോഴുള്ള നമുക്ക് ആ ഒരു ലിംഗപദവിയിലുള്ള വ്യക്തിയെയാണ് ഈ പരസ്യങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ പരസ്യങ്ങൾ ലിംഗപദവി വാർപ്പ് മാതൃകകളെ പല രീതിയിൽ ബലപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ നമ്മളൊരു പരസ്യം കണ്ടാലും സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെങ്കിൽ അത് കൂടുതൽ ആരായിരിക്കും ചെയ്യുന്നത്? സ്ത്രീകളായിരിക്കുമല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഭാഷയും ലിംഗപദവി വാർപ്പ് മാതൃകയുമാണ് പറയുന്നത്. നാം ഉപയോഗിക്കുന്ന ഭാഷകളിലും ലിംഗപദവി വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭാഷകളിൽ നാമപദങ്ങളെ ആൺ പെൺ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ എന്താണ്? സ്ത്രീയാണ് അല്ലെങ്കിൽ പെണ്ണ് ആണ്, അങ്ങനെ ലിംഗപദവി നിശ്ചയിക്കുന്നുണ്ട്. പൗരൻ, മനുഷ്യൻ തുടങ്ങി പുരുഷനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെയാവും എല്ലാവരെയും സൂചിപ്പിക്കുന്ന പൊതുവാക്കുകളായി മാറിയത്? അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറയും പോലെ, മനുഷ്യൻ, പൗരൻ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? പുരുഷനെ മാത്രം സൂചിപ്പിക്കുന്ന വാക്കുകളായിട്ടാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് പുരുഷ ഡോക്ടർ എന്ന് പറയാതിരിക്കുകയും ലേഡി ഡോക്ടർ എന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ അത് കൂടുതലും പുരുഷനെ മാത്രം അഭിസംബോധന ചെയ്യുന്നു എന്ന വാക്കായി തോന്നുന്നത്? പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലാണ് ഇപ്പോഴും പ്രയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ വാർപ്പ് മാതൃകകൾ ഉറപ്പിക്കപ്പെടുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എന്താണ് സ്ത്രീക്ക് പിന്നെ അതുപോലെ പുരുഷന് ഇവർക്കൊക്കെ പ്രത്യേക എന്താണ് പദവി നൽകുന്ന അതാണ് ഈ വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. ഭാഷ വഴിയുള്ള ഇത്തരം വാർപ്പ് മാതൃക ഉറപ്പിക്കലിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? അപ്പം നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ലിംഗപദവി ഉൾച്ചേർന്ന പദങ്ങളും പ്രയോഗങ്ങളും ഇതിനെ ചെറുക്കാനുള്ള മാർഗങ്ങളും ചുവടെ നൽകിയിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും നമ്മൾ ടീച്ചർ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സ്ത്രീയാണ്. ഇനി എഞ്ചിനീയർ എന്ന് കേൾക്കുമ്പോൾ ആരാ? അത് പുരുഷനായിരിക്കും. നഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളെ ആയിരിക്കും. അപ്പോൾ ഈ പദങ്ങൾ പുരുഷനെന്നോ സ്ത്രീയെന്നോ തിരിച്ചറിയാൻ കഴിയുന്നവയാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? അല്ല. ഭാഷയിൽ പ്രയോഗിക്കുന്ന ലിംഗപദവി ഉൾച്ചേർന്ന പദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് മാധ്യമങ്ങളും ഭാഷയുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കല, സാഹിത്യം മുതലായവയും ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുടുംബത്തെ നോക്കിയാലും ഇപ്പോൾ ഒരു പിന്നെ കല അതുപോലെ സാഹിത്യം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ഇതൊക്കെ എടുത്താലും നമുക്കവിടെ എന്ത് കാണാൻ പറ്റും? ഈ ലിംഗപദവി വാർപ്പ് മാതൃകകൾ കാണാൻ കഴിയും. ലിംഗപദവിപരമായ പങ്കുകളും വഴക്കങ്ങളും വാർപ്പ് മാതൃകകളും ലിംഗപദവി വ്യത്യാസത്തിലേക്ക് നയിക്കുന്നതായി ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ആണ്. ഇനി ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ മനസ്സിൽ ഓടി വരുന്ന സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉപദ്രവം, ഭർത്തൃ വീട്ടുകാർക്കെതിരെ കേസ്, അപ്പോൾ സ്ത്രീധനം അല്ലേ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്, ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പൊതു ഇടങ്ങളിൽ അവഹേളിച്ചു, ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുത്ത് പോലീസ്. ഇനി ഒരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. ലൈംഗിക അതിക്രമം അതിജീവിച്ച അതിജീവിത മാധ്യമങ്ങളോട്. ഭ്രൂണഹത്യയ്ക്ക് സഹായിച്ചു, ഡോക്ടറുടെയും ആശുപത്രിയുടെയും ലൈസൻസ് റദ്ദാക്കി. തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമം പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനത്തിനെതിരെ നടപടി. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവയൊക്കെ ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങളാണോ? നമ്മുടെ സമൂഹത്തിൽ തുല്യ ലിംഗപദവി ലഭ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ന്യായ സമൂഹത്തിന് യോജിച്ചതാണോ?
എന്താണ് ന്യായ സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ട്? ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ നിയമങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് എന്ത്? ന്യായ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ന്യായം എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? ജാതി, മതം, ലിംഗപദവി ഈ വ്യത്യാസമില്ല. അപ്പോൾ ഇതിലൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നു? സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന സമൂഹമാണ് ന്യായ സമൂഹം. അപ്പോൾ ഇവിടെ എന്താണ്? എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ഇതാരുടെ വാക്കുകളാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിട്ടൊക്കെ ചോദിക്കാം. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യായ സമൂഹം എന്ന് പറയുന്നത്. ഇതാരുടെ വാക്കുകളാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വാക്കുകളാണ്. ലിംഗവിവേചനമില്ലാത്ത ലോകം. അപ്പോൾ ഇവിടെ താഴെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇത്. എന്തൊക്കെയാണ്? മേൽമുണ്ട് സമരം. അപ്പം മേൽമുണ്ട് സമരം എന്താണ്? വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് നൂറ്റാണ്ടാ? 19-ാം നൂറ്റാണ്ട്. എവിടെയുള്ള ആരാണ് ഇതിന് നേതൃത്വം കൊണ്ടുവന്നത്? ആരാ? അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂർ. അപ്പോൾ ഇത് ചിലപ്പോൾ തെറ്റിച്ചൊക്കെ തന്നേക്കാം, വടക്കൻ തിരുവിതാംകൂർ എന്നോ അത് അങ്ങനെ മാറിയൊക്കെ തന്നേക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, തെക്കൻ തിരുവിതാംകൂർ. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അങ്ങ് തെക്കല്ലേ. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്ത് ചെയ്തു? നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തു? വിളംബരം പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ നമ്മുടെ മേൽമുണ്ട് സമരം എന്ത് ചെയ്തു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തു? വിളംബരം പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ എന്താണ് നമ്മുടെ മേൽമുണ്ട് സമരം സർക്കാർ, തിരുവിതാംകൂർ സർക്കാർ അതിന് നിയമപരമായിട്ട് ഇതിന് വിളംബരം ഇറക്കി. അതിൽ എന്താണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ജാതിയുടെ പേരിൽ, അന്നൊക്കെ ജാതി വ്യവസ്ഥ കഠിനമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ആർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഇവരിൽ പലർക്കും കഴിഞ്ഞിരുന്നില്ല. ഇനി നമ്മൾ അടുത്ത് പറയുന്ന ഒന്നാണ് കല്ലുമാല സമരം. എന്താണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്? അധസ്ഥിത വിഭാഗമായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായി കല്ല്, കുപ്പിച്ചില്ല് തുടങ്ങിയവ കൊണ്ടുള്ള മാലകൾ നിർബന്ധിതമായി അണിയേണ്ടിയിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം. അപ്പോൾ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. എവിടെ വെച്ചിട്ടായിരുന്നു? കൊല്ലത്ത് പെരിനാട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കല്ലുമാല സമരം നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കല്ലുമാല സമരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള. അപ്പോൾ പെരിനാട് ലഹളയും ഓർത്തു വയ്ക്കുക. ജാതി വിവേചനത്തോടൊപ്പം അധികമായി ലിംഗവിവേചനം കൂടി നേരിട്ട സ്ത്രീകൾ ചരിത്രത്തിൽ നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നുള്ള ഉദാഹരണമാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇനി പണ്ട് കാലത്ത് നിലനിന്നിരുന്ന വാർപ്പ് മാതൃകൾ, വഴക്കങ്ങൾ എന്നിവയെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നതാണ് ആര്? ഈ ജാതി വിവേചനത്തിനെതിരെ ഇവിടെ വന്ന സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു? ജാതി വിവേചനത്തിനെതിരെ പോരാടിയവരായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിലൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അന്നൊക്കെ ആക്കാമച്ചെറിയാൻ, കുട്ടിമാളു അമ്മ, ഇവരൊക്കെ ജാതി വിവേചനത്തിനെതിരെ പോരാടിയവരിൽ പ്രധാനപ്പെട്ടവരാണ്. ഇനി ലിംഗവിവേചന വാക്കുകൾ കോടതിയിൽ നിന്ന് ഒഴിവാക്കി വാർപ്പ് മാതൃക പൊളിച്ചു സുപ്രീം കോടതി. അപ്പോൾ ഇത് കുറച്ച് പത്രത്തിൻ്റെ കട്ടിങ്സ് ആണ്. അപ്പോൾ സ്പെയിനിലെ തൊഴിലിടങ്ങളിൽ ലിംഗവിവേചനം വെളിപ്പെടുത്തി 200-ലധികം സ്ത്രീകൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കട്ടിങ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട് മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ ലിംഗപദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണമാണ് ലിംഗപദവി വിവേചനം. അപ്പം ലിംഗപദവി വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗപദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണം എന്താണ്? ലിംഗപദവി വിവേചനമാണ്. ഒരു ലിംഗപദവിയുടെ ആധിപത്യത്തിന് വേണ്ടി മറ്റ് ലിംഗപദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗപദവി വിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിംഗപദവി ആധിപത്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റ് ലിംഗപദവികളെയൊക്കെ അടിച്ചമർത്തുന്നു. ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ ലിംഗപദവി വിവേചനം എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയിലുണ്ട് ലിംഗപദവി. എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സമത്വം എന്നതാണ് 14 മുതൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 18 വരെ ഭാഗങ്ങളിൽ എന്താണ് ഈ സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരും എങ്ങനെയാ നിയമത്തിന് മുന്നിൽ സമന്മാരാണ്, തുല്യരാണ് എന്ന് പറയുന്നതാണ് അനുച്ഛേദം 14. ഒരു വ്യക്തിക്കും ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് അനുച്ഛേദം 15 പ്രസ്താവിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയും എന്താണ് ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുത് എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15 ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ 2014 സുപ്രീം കോടതി ഒരു നിയമം പറഞ്ഞത് എന്താണ്? ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്നാണ് ആര് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് 2014 നൽസ vs യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചു. അപ്പോൾ സുപ്രീം കോടതി ഈ ഭേദത്തോടൊപ്പം ലിംഗപദവിയും ഒരു എന്താണ് വ്യക്തിയുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമെന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2014 നൽസ vs യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിലാണ് സുപ്രീം കോടതി എന്ത് പറഞ്ഞത്? നമ്മുടെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചില അനുച്ഛേദങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അനുച്ഛേദം 14 എന്താ പറയുന്നത്? എല്ലാ പദവികളുടെയും തുല്യാവകാശം. അപ്പോൾ എല്ലാ ലിംഗപദവികളുടെയും തുല്യാവകാശം, ആണിനും അതെ പെണ്ണിനും അതെ എന്താണ്? തുല്യാവകാശമാണ്. ഇതാണ് അനുച്ഛേദം 14. ഇനി അനുച്ഛേദം 15 എന്താ പറയുന്നത്? ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 14 തുല്യ അവകാശം, ആണിനും പെണ്ണിനും തുല്യ അവകാശമാണ്. 15 പറയുന്നു ഒരു വ്യക്തിക്കും എന്താണ്? ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. അനുച്ഛേദം 16 എന്താ പറയുന്നത്? എല്ലാ ലിംഗപദവികൾക്കും അവസര സമത്വം. അപ്പോൾ അവസര സമത്വം പറയുന്നത് അനുച്ഛേദം 16 എല്ലാ ലിംഗപദവികൾക്കും ആണിനും പെണ്ണിനും എന്താണ്? അവസര സമത്വം നൽകണം. ഇനി അനുച്ഛേദം 19(1)(a) എന്താ പറയുന്നത്? എല്ലാ ലിംഗപദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താണ്? ലിംഗപദവികൾ സ്വതന്ത്രമായിട്ട് വേഷം ധരിക്കാനുള്ള അവകാശമുണ്ട്. പെരുമാറ്റം, അതുപോലെ പ്രവർത്തികൾ ഇവയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ്? 19(1)(a) ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അനുച്ഛേദം 21 എന്താ പറയുന്നത്? എല്ലാ ലിംഗപദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. അപ്പം എല്ലാവർക്കും എന്താണ്? അന്തസ്സുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ സ്വകാര്യതയെക്കുറിച്ചുള്ള അനുച്ഛേദം ഏതാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അനുച്ഛേദം 21 സ്വകാര്യതയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം. അപ്പോൾ എല്ലാ ലിംഗപദവികൾക്കും അന്തസ്സുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം വേണം, അതുപോലെ സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. ഇനി അനുച്ഛേദം 51(a) പറയുന്നത് എന്താ? സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. അപ്പോൾ 51(a) പറയുന്നു. 51(a) പറയുന്നത് എന്താണ്? നമ്മുടെ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ
പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. അപ്പോൾ സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വെട്ടുന്ന വല്ല ആചാരങ്ങളും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നമ്മുടെ 51A എന്ന് പറയുന്ന അനുച്ഛേദ പ്രകാരം അത് പരിത്യജിക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ്? മൗലിക കർത്തവ്യമാണ് പൗരൻ്റെ. ഇതെല്ലാം ഉറപ്പായും നിലനിൽക്കേണ്ട ഒരു ന്യായ സമൂഹമാണ്. അപ്പം ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതാണ് ന്യായ സമൂഹം എന്നതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മുടെ എന്താണ് ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞ ന്യായ സമൂഹം എന്നത്. എന്നാൽ ഇത്തരമൊരു ന്യായ സമൂഹത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തുല്യമായി എല്ലാ ലിംഗ പദവികൾക്കും ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഇനി ലിംഗവിവേചനം ഇല്ലായ്മ ചെയ്യാനും ഭരണഘടനാപരമായ തുല്യതയും സ്വാതന്ത്ര്യവും എല്ലാ ലിംഗ പദവിയിലുള്ള വ്യക്തികൾക്കും ലഭിക്കാനും എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിംഗപദവി തുല്യത പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസം നൽകണം. ലിംഗപദവി വാർപ്പ് മാതൃകകളോടുള്ള വെല്ലുവിളിയാവണം. ലിംഗപദവി വാർപ്പ് മാതൃകകളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴക്കങ്ങളോടുള്ള വെല്ലുവിളി. ലിംഗപദവി ഉൾച്ചേർന്നതും തുല്യതയും ഉറപ്പാക്കുന്ന തൊഴിലിടങ്ങൾ. ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ അടുത്തായിട്ട് നമ്മുടെ ഹണി റോസിൻ്റെ കാര്യം, നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിൽ എന്താണ് ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊരു ലിംഗപദവി. അപ്പം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് എന്താണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവർക്ക് അഭിപ്രായം പറയാം, അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം, അവർക്ക് അവരുടെ പെരുമാറ്റം, ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളാണ്. അസമത്വങ്ങൾ നിലനിൽക്കാത്ത ഒരു ന്യായ സമൂഹത്തെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. തുല്യനീതിയുള്ള ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാ ലിംഗ പദവിയിലുള്ളവരെയും തുല്യമായി പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഉൾച്ചേർക്കൽ പ്രക്രിയയിൽ സമൂഹത്തിലെ ഓരോ അംഗവും പങ്കാളിയാവേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ്. അപ്പം ഇതാണ് നമ്മുടെ ലിംഗനീതി എന്ന് പറയുന്നത്. അപ്പോൾ ലിംഗപദവിയും ലിംഗനീതിയും എന്നത് നമ്മൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ ഇലഞ്ഞിപ്പൂക്കൾ എന്ന പേരിൽ നമ്മൾ മറ്റൊരു ചാനൽ, ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് കേട്ടോ, പിന്നെ അങ്ങനെ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലുള്ള സഹായ സഹകരണങ്ങൾ അവിടെയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്